ടെലഗ്രാമിൽ പണ്ട് മുതലേ ടെലഗ്രാം ബോട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നവർക്കറിയാം ഇപ്പോൾ പണ്ടത്തെ പോലെ ബോട്ടുകളൊന്നും ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ടെലഗ്രാമിന് വന്നു. അത് പ്രശ്നങ്ങളല്ല, ശരിക്കും ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ടെലഗ്രാമിന് പുതിയൊരു അപ്ഡേറ്റ് വന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് വന്ന പോലെ തന്നെ എനിക്കും വന്നു, ടെലഗ്രാമിന് പുതിയ അപ്ഡേറ്റ് വരികയാണ്, 32 ബിറ്റിൽ നിന്ന് 64 ബിറ്റിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല, ജസ്റ്റ് നോക്കിയൊന്നുമില്ല. പിന്നീട് ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചു, നമ്മുടെ ബോട്ട് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ഓട്ടോ ഫിൽട്ടർ ബോട്ടൊക്കെ ആണെങ്കിൽ സിനിമ ചോദിച്ചു കഴിയുമ്പോൾ ഒരു അൺസപ്പോർട്ടഡ് യൂസർ എന്ന് പറയുന്നൊരു ബോട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു സിനിമ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത് അൺസപ്പോർട്ടഡ് ആണെന്ന് പറയുന്നു, ഈ ഒരു ബോട്ട് പഴയതാണെന്ന് പറയുന്നു, ഈ ഒരു ആപ്ലിക്കേഷൻ പഴയതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഒരുപാട് പേര് എനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തന്നിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടില്ല. ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ടെലഗ്രാം എന്ന് പറഞ്ഞ ഒറിജിനൽ ആപ്പിന് പകരം പ്ലസ് മെസ്സഞ്ചർ, അതുപോലെ തന്നെ എന്താ പറയുക ബിഗ്രാം, അതുപോലെ തന്നെ ടെലഗ്രാം എക്സ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു, കുറേ പേരെ കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കാലത്തേക്ക് പിന്നെ പ്രശ്നമില്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു പ്ലസ് മെസ്സഞ്ചർ ഉപയോഗിച്ചിട്ട് പോലും ആപ്ലിക്കേഷനുകൾ ചെയ്യാൻ പറ്റുന്നില്ല, ബോർഡുകൾ വർക്കാവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യമായിട്ട് പിടിയൊന്നുമില്ല, അങ്ങേയറ്റത്തെ ഗ്രാഹ്യമൊന്നും എനിക്കുമില്ല. പക്ഷേ എനിക്കറിയാവുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം 32 ബിറ്റിൽ നിന്നും 64 ബിറ്റിലേക്ക് അവരുടെ സിസ്റ്റം മാറുകയാണ്. അത് അവരുടെ ആപ്ലിക്കേഷനും അവരുടെ സോഫ്റ്റ്വെയറിനും വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലം 32 ബിറ്റായിരുന്നു, ഇപ്പോൾ 64 ബിറ്റായി. അപ്പോൾ അങ്ങനെ ബിറ്റായി കഴിയുമ്പോൾ ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളും കാര്യങ്ങളും എല്ലാം 32 ബിറ്റ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം 64 ബിറ്റിൽ സപ്പോർട്ട് ആകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പഴയ ബോട്ടുകളെല്ലാം അൺസപ്പോർട്ടഡ് യൂസർ എന്ന് പറഞ്ഞ ആ ഒരു ബോട്ടിലേക്ക് ടെലഗ്രാം തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന പഴയ ബോട്ടുകളുടെ റിപ്പോസിറ്ററികൾ, അതായത് നമ്മൾ ജിറ്റ്ഹബിൽ ഉണ്ടാക്കുന്ന റിപ്പോസിറ്ററികൾ 32 ബിറ്റ് സപ്പോർട്ടാകുന്ന ടെലഗ്രാമിൻ്റെ ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ 64 ബിറ്റിലേക്ക് സപ്പോർട്ടഡ് ആകത്തില്ല. ഇനി അവർ ചെയ്യേണ്ടത് ഈ റിപ്പോസിറ്ററികളൊക്കെ, അതായത് ഈ ഒരു പ്ലസ് മെസ്സഞ്ചർ, അതുപോലെ തന്നെ ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ഒറിജിനൽ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതുപോലെ ടെലഗ്രാം എക്സ് ബിഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പഴയ ബോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പുതിയ ബോട്ടുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ പുതിയ ബോട്ടുകൾ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോട്ടുകൾ വർക്കാവണമെന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പോൾ ആപ്ലിക്കേഷനൊക്കെ 64 ബിറ്റിലേക്ക് ആയെങ്കിൽ പോലും ഈ ഒരു റിപ്പോസിറ്ററികൾ, അതായത് ജിറ്റ്ഹബിൽ കോഡർമാർ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റിപ്പോസിറ്ററികൾ ഉള്ള കോഡുകൾ 32 ബിറ്റ് സപ്പോർട്ടഡ് ആണ്. അത് 64 ബിറ്റിലേക്ക് മാറിയാൽ മാത്രമേ അവർ അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉൾട്രോയിഡ് യൂസർ ബോട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. അവർ അത് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 64 ബിറ്റ് സപ്പോർട്ടായിട്ടുള്ള ഉൾട്രോയിഡ് യൂസർ ബോട്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവരും ഈ അവരുടെ റിപ്പോസിറ്ററികൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെറോക്കുവിൽ സെയിൽസ് കോഡ് വയലേറ്റ്സ് യുവർ, ഈ ഒരു സോഴ്സ് കോഡ് വയലേറ്റ്സ് യുവർ പോളിസി എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം കാണിക്കാറുണ്ട് ചിലരൊക്കെ. അതിൻ്റെയും കുറേ പേര് സ്ക്രീൻഷോട്ടൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ഒരു വീഡിയോ നമ്മൾ താമസിയാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് മോൾ കൊടുത്തിരിക്കുന്ന വാല്യൂസൊക്കെ കറക്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ ഹെറോക്കുവിൽ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആപ്പ് നെയിം എന്നുള്ളത് യുണീക്ക് ആയിരിക്കണം. അവിടെ ഒരു പച്ച ടിക്ക് വന്നിട്ടുണ്ടാവണമെങ്കിൽ മാത്രമേ താഴോട്ട് പോകാവുള്ളൂ. അതുപോലെ തന്നെ താഴെയുള്ള വാല്യൂസിൽ ഹെഡിങ്ങിൻ്റെ സൈഡിൽ റെക്കോർഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടാബും നമ്മൾ വിടാൻ പാടില്ല. അതെല്ലാം നിർബന്ധമായിട്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഈ റിപ്പോസിറ്ററികളിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബോട്ടുകളൊക്കെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ടെലഗ്രാമിലുള്ള ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലസ് മെസ്സഞ്ചറൊക്കെ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. കാരണം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരു ബോട്ട് പോലും ഡിപ്ലോയ് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ തന്നെ എൻ്റെ എല്ലാ ബോട്ടുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ബോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരമാണ് റിപ്പോസിറ്ററികളൊക്കെ അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് വീണ്ടും പഴയ പോലെ തന്നെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പഴയ ബോർഡുകളൊക്കെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഓട്ടോ ഫിൽട്ടർ ബോട്ടും അതുപോലെ തന്നെ ഫിൽട്ടർ ബോട്ടും ഒക്കെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഫിൽട്ടർ ബോട്ടുകളും ഓട്ടോ ഫിൽട്ടർ ബോട്ടുകളും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ബോട്ടുകൾ യൂസ് ചെയ്യുക. തൽക്കാലത്തേക്ക് അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ യൂസ് ചെയ്യുക. ഫിൽട്ടർ ബോട്ടെല്ലാം ഇനി ഫിൽട്ടർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോ ഫിൽട്ടർ ബോട്ടുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ നമുക്ക് സിനിമയുള്ള ചാനലും വേണ്ട, ജസ്റ്റ് ഒരു പബ്ലിക് ഓട്ടോ ഫിൽട്ടർ ബോട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പബ്ലിക് ഓട്ടോ ഫിൽട്ടർ ബോട്ട്
ബോട്ടുകളൊക്കെ എവിടെ നിന്ന് കിട്ടും അങ്ങനെയുള്ള ആ ഒരു ബോട്ടുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് പബ്ലിക് ഓട്ടോ ഫിൽട്ടർ ബോട്ടുകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാലത്തേക്ക് പോകാം. അതിനുശേഷം ഈ ഒരു കോഡെല്ലാം അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ ആ കോഡുകൾ വെച്ചുകൊണ്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സോഴ്സ് കോഡ് വയലേറ്റ്സ് പ്രോബ്ലം ശരിയാക്കാനായിട്ടൊരു വീഡിയോ നമ്മൾ താമസിയാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ വീഡിയോക്കകത്ത് പറയാനെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും